28ാമത് രാജ്യാന്തര ചലച്ചിത്രമേള നടക്കുന്നത്. വരാൻ പോകുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണ്. സോ നമുക്ക് നോക്കാം, ഉദ്ഘാടന ചിത്രത്തിന്റെ പേരെന്താണ്? ഗുഡ് ബൈ ജൂലിയ. നമസ്കാരം, എല്ലാവർക്കും എൻട്രിയുടെ ബ്ലൂ പ്രിന്റ് സെഷനിലോട് സ്വാഗതം. എൻ്റെ പേര് ജയകൃഷ്ണൻ നാവായിക്കുളം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ രണ്ടാമത്തെ പാർട്ടാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യ പാർട്ടിൽ നമ്മൾ ആനുകാലിക ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തതല്ലേ, അതായത് നമ്മുടെ കേരളവുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ആനുകാലിക ചോദ്യങ്ങൾ. രണ്ട് ഹോട്ട് ടോപ്പിക്സുകൾ ചർച്ച ചെയ്തു. കേരളത്തിന്റെ 15ാം നിയമസഭയും കൂടാതെ പ്രധാന പദവികളുമാണ് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ചർച്ച ചെയ്തത്. നമ്മുടെ വരാനിരിക്കുന്ന യൂണിവേഴ്സിറ്റി LGS മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാണ് ഈ ഒരു ബ്ലൂ പ്രിന്റ് അല്ലെ, അതായത് അവർക്ക് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സിനെ മുൻനിർത്തി നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ സെഷനാണ് ബ്ലൂ പ്രിന്റ്. സോ കൂട്ടുകാരെ, ഇന്നത്തെ ബ്ലൂ പ്രിന്റിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളവുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കേരള സാഹിത്യ അവാർഡ്സും കൂടാതെ ചലച്ചിത്ര പുരസ്കാരങ്ങളും. ഈ രണ്ട് ടോപ്പിക്സുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ടു ക്ലാസ്. കൂട്ടുകാരെ നോക്കിക്കേ, ഒന്നാമത്തെ ടോപ്പിക്സ് കേരള അവാർഡ്സുകളാണ്, കേരള സാഹിത്യ അവാർഡ്സ്. അതിലെ വളരെ പ്രധാനമായ ഒരു അവാർഡാണ് എഴുത്തച്ഛൻ അവാർഡ്. എഴുത്തച്ഛൻ അവാർഡിനെ കുറിച്ച് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു അവാർഡ് നൽകുന്നത് കേരള സർക്കാരാണ്. അതായത് കേരള സർക്കാരിന്റെ ഒരു പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. സാഹിത്യ രംഗത്തെ സമഗ്ര സംഭാവന പരിഗണിച്ചുകൊണ്ടാണ് ഈ എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നൽകിയത് ശൂരനാട് കുഞ്ഞൻപിള്ള 1993 ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്ക് ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത്. ഈ ഒരു എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ. അപ്പൊ ഇവിടെ നമ്മൾ ബേസിക്കലി നമ്മൾ അറിയേണ്ട എഴുത്തച്ഛൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളാണ്. ഇത് നൽകുന്നത് കേരള സർക്കാരാണ്. കേരള സർക്കാരിന്റെ ഈ ഒരു പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. സമഗ്ര സംഭാവനയെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത്. ആദ്യം നൽകിയത് ശൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് 1993. സമ്മാന തുകയാണെങ്കിൽ 5 ലക്ഷം രൂപയാണ്. അടുത്തതായിട്ട് കറണ്ട് അഫേഴ്സിലോട്ട് കടക്കാം. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്നത് 2023 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് SK വസന്തൻ. പേരോർത്തിരിക്കുക, SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. പേര് മറക്കരുതേ. SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം നൽകിയത്. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, സമഗ്ര സംഭാവനയെ മുൻനിർത്തിക്കൊണ്ടാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത്. എന്നാലും ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവിടെ നോക്കിയേ, കൂടിയല്ല ജനിക്കുന്ന നേരത്തും, കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ. ഈ 3 കൃതികളും SK വസന്തന്റെ കൃതികളാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ കൃതികളാണ്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും, കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു, നമ്മൾ നടന്ന വഴികൾ എന്നീ കൃതികൾ ആരുടേതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് SK വസന്തനാണ്. SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. ഇവിടെ ഇദ്ദേഹത്തെ കുറിച്ച് ഒരു കണ്ടന്റ് കൂടി നമുക്ക് പഠിക്കാം. കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന പുസ്തകത്തിന് 2007 കേരള സാഹിത്യ അക്കാദമിയുടെ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചു. 2007 കേരള സാഹിത്യ അക്കാദമിയുടെ ശാസ്ത്ര സാഹിത്യത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് കേരള സാംസ്കാരിക ചരിത്ര നിഘണ്ടു എന്ന പുസ്തകമാണ്. അത് എഴുതിയിരിക്കുന്നത് SK വസന്തൻ. അദ്ദേഹത്തിനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അടുത്തതായിട്ട് 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവാണ്. 2022 ലഭിച്ചത് സേതു. 2021 ലഭിച്ചത് P വത്സല. 2021 ലഭിച്ചത് P വത്സല. ഈ ഒരു വ്യക്തികളെല്ലാം നമുക്കൊന്ന് കോഡിലൂടെ പഠിക്കാം. കോഡ് ഇതാണ്: അച്ഛൻ വസന്തന്, മകൻ സേതുവും, മകൾ വത്സലയും. അച്ഛൻ വസന്തന്, മകൻ സേതുവും, മകൾ വത്സലയും. കോഡ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അച്ഛൻ എന്ന് ഉദ്ദേശിക്കുന്നത് എഴുത്തച്ഛൻ അവാർഡാണ്. 2023 ലഭിച്ചത് വസന്തൻ അല്ലെ, വസന്തന്, അതായത് SK വസന്തൻ. 2022 ലഭിച്ചത് സേതു. 2021 ലഭിച്ചത് വത്സല. അപ്പൊ നമുക്ക് ഈ ഒരു കോഡിലൂടെ ഈ ഒരു വ്യക്തികളുടെ പേരുകളെല്ലാം പഠിക്കാം. അച്ഛൻ വസന്തന്, മകൻ സേതുവും, മകൾ വത്സലയും. 2023 ലഭിച്ചത് SK വസന്തൻ. 2022 ലഭിച്ചത് സേതു. 2021 ആകുമ്പോൾ P വത്സല. നമുക്ക് ഈ ഒരു എഴുത്തച്ഛൻ പുരസ്കാരം എല്ലാം ഒന്നുകൂടെ നോക്കാം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. 2022 ലഭിച്ചത് സേതു. 2021 ലഭിച്ചത് P വത്സല. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? നമുക്ക് എന്തായാലും അടുത്തൊരു പുരസ്കാരത്തിലൂടെ കിടക്കാം. വള്ളത്തോൾ പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് ഒരു ഫാൻസി നമ്പറാണ്. 1,11,111 രൂപ.
1,11,111 രൂപ. പഠിക്കാൻ എളുപ്പമുണ്ട് കേട്ടോ. ഒരു വള്ളം ഒന്ന് വരയ്ക്കുക കേട്ടോ. ഇങ്ങനെ ഒരു വള്ളം വരയ്ക്കുക. ആ ഒരു വള്ളത്തിൽ ഇങ്ങനെ ഒരു കമ്പുകളുണ്ടല്ലോ, ഇരിക്കാൻ വേണ്ടിയുള്ള കമ്പുകളുണ്ട്. 1,11,111 രൂപ. ആ 111 അതാണ് ഈ ഒരു ഫാൻസി ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കേണ്ടത്. 1,11,111 രൂപയാണ് വള്ളത്തോൾ പുരസ്കാര തുക. ഇവിടെ ഒരു പാലമരം ഉണ്ടെന്ന് നിങ്ങൾ കരുതുക. ഇതൊരു പാലമരമാണ് കേട്ടോ. ആ ഒരു പാലമരത്തിലാണ് വള്ളത്തെ കെട്ടിയിട്ടിരിക്കുന്നത്. ഇതൊരു ജലാശയമാണ്. ആദ്യമായിട്ട് ഈ ഒരു വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് പാലാ നാരായണൻ നായർ 1991. ആദ്യത്തെ ഒന്നും അവസാനത്തെ ഒന്നും അങ്ങനെ ആലോചിച്ചാൽ മതി. 1991 ആദ്യമായിട്ട് വള്ളത്തോൾ പുരസ്കാരം നൽകിയത്. 1991 പാലാ നാരായണൻ നായർ. 2019 ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും ഒടുവിൽ നൽകിയത് പോൾ സക്കറിയ. ഇവിടെ നോക്കി, ഈ ഒരു വള്ളം ജലാശയത്തിലല്ലേ കെട്ടിയിട്ടിരുന്നത്. ഇവിടെ ഒരു സക്കർ മീൻ ഉണ്ടെന്ന് കരുതുക. ആ ഒരു സക്കർ മീൻ ഇങ്ങനെ ചാടി ഒരു വള്ളത്തിലോട്ട് വീഴുക, അല്ലെങ്കിൽ ഇവിടെയുള്ള വള്ളക്കാരൻ ഇത് പിടിക്കുകയാണെന്നൊക്കെ ഒന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പോൾ സക്കറിയാണ്. വള്ളത്തോൾ പുരസ്കാര തുക എത്രയാണ്? 1,11,111 രൂപ. ആദ്യം ലഭിച്ചത് പാലാ നാരായണൻ നായർ 1991. 2019 വള്ളത്തോൾ പുരസ്കാര ജേതാവ് പോൾ സക്കറിയാണ്. പോൾ സക്കറിയ. കൂട്ടുകാരെ, അടുത്തൊരു പുരസ്കാരത്തിലോട്ട് പോവാം. ചോദ്യം ഇതാണ്: വയലാർ അവാർഡ്. വയലാർ അവാർഡിനെ കുറിച്ച് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ എഴുത്തച്ഛൻ പുരസ്കാരമായാലും വള്ളത്തോൾ പുരസ്കാരമായാലും സമഗ്ര സംഭാവനയെ മുൻനിർത്തിക്കൊണ്ട് നൽകുന്ന പുരസ്കാരമാണ് ഈ ഒരു എഴുത്തച്ഛൻ പുരസ്കാരവും വള്ളത്തോൾ പുരസ്കാരവും. എന്നാൽ വയലാർ അവാർഡ് സാഹിത്യ സംഭാവന, ഏതെങ്കിലും ഒരു കൃതിയെ അധിഷ്ഠിതമാക്കി അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്താണ് ഈ ഒരു വയലാർ അവാർഡ് നൽകുന്നത്. അപ്പൊ മലയാള സാഹിത്യ സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് വയലാർ അവാർഡ്. ആദ്യമായിട്ട് വയലാർ അവാർഡ് നൽകിയത് 1977. ആദ്യമായിട്ട് വയലാർ അവാർഡ് നൽകിയത് ആർക്കാണ്? 1977 ആദ്യമായിട്ട് ലഭിച്ചത് ലളിതാംബിക അന്തർജനം. അഗ്നിസാക്ഷി എന്ന കൃതിക്കാണ് ലളിതാംബിക അന്തർജനത്തിന് 1977 ഈ ഒരു വയലാർ അവാർഡ് ലഭിച്ചത്. കറണ്ട് അഫേഴ്സിലോട്ട് ചെല്ലാം. അതായത് ലേറ്റസ്റ്റ് ആയിട്ട് ഒടുവിൽ ലഭിച്ചത് 2023 47ാമത് വയലാർ പുരസ്കാരം ശ്രീകുമാരൻ തമ്പി. 2023 47ാമത് വയലാർ അവാർഡ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്. അപ്പൊ ഇവിടെ ഒരു സാഹിത്യ സംഭാവനയല്ലേ, ഒരു പ്രത്യേക ഒരു പുസ്തകത്തിനാണ് നൽകുന്നതല്ലേ. അപ്പൊ അദ്ദേഹത്തിന് ഏത് കൃതിക്കാണ് ഈ ഒരു 47ാമത് വയലാർ പുരസ്കാരം ലഭിച്ചത്? ജീവിതം ഒരു പെൻഡുലം. കൂടെ അങ്ങ് പറഞ്ഞേ, ജീവിതം ഒരു പെൻഡുലം ആരുടെ കൃതിയാണ്? ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിന്റെ ഈ ഒരു കൃതിക്കാണ് 47ാമത് വയലാർ അവാർഡ് 2023 ലഭിച്ചത്. വയലാർ അവാർഡിന്റെ സമ്മാന തുകയാണെങ്കിൽ 1 ലക്ഷം രൂപയാണ് കേട്ടോ. എഴുത്തച്ഛൻ പുരസ്കാരം ഞാൻ പറഞ്ഞു അല്ലെ 5 ലക്ഷം രൂപയാണ്. കൂടാതെ വള്ളത്തോൾ പുരസ്കാരം 1,11,111 രൂപ. വയലാർ അവാർഡ് ആകുമ്പോൾ 1 ലക്ഷം രൂപ. ഈ ഒരു സമ്മാന തുകയും കൂടാതെ കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ് പുരസ്കാരമായിട്ട് നൽകുന്നത്. ഇനി നമുക്ക് ബേക്കിലോട്ട് പോവാം, അതായത് പുറകിലോട്ട് പോവാം. 46ാമത് വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷ് ആണ്. എസ് ഹരീഷിന്റെ മീശ എന്ന നോവലിനാണ് 2022 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. എസ് ഹരീഷിന് മീശ എന്ന നോവലിനാണ്. 2021 നൽകിയത് ബെന്യാമനാണ് കേട്ടോ. ബെന്യാമൻ അദ്ദേഹത്തിന്റെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് 2021 നൽകിയത്. കൂട്ടുകാരെ, 21 ലഭിച്ചത് ബെന്യാമൻ, 2022 ലഭിച്ചത് എസ് ഹരീഷ് മീശ എന്ന നോവലിന്. കൂടാതെ 2023 47ാമത് വയലാർ അവാർഡ് പുരസ്കാരം 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. കൃതിയാണെങ്കിൽ ജീവിതം ഒരു പെൻഡുലം. നമ്മുടെ PSCയിൽ ഒട്ടനവധി തവണ ഈ ഒരു കൃതികളുടെ പേര് തന്നിട്ട് ആരിത് എഴുതി എന്ന് ചോദിച്ചിട്ടുണ്ട്. മീശ ആരുടെ കൃതി, കൂടാതെ തന്നെ മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ആരുടെ കൃതിയാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അറിഞ്ഞിരിക്കുക, ഇനി വരാനിരിക്കുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ജീവിതം ഒരു പെൻഡുലം ആരുടെ കൃതി? അത് ശ്രീകുമാരൻ തമ്പി. ഈ ഒരു കൃതിക്കാണ് 47ാമത് വയലാർ പുരസ്കാരം നേടിയത്. കൂട്ടുകാരെ, വയലാർ അവാർഡ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഓടക്കുഴൽ പുരസ്കാരം. PSC പലപ്പോഴും ചോദിച്ചിട്ടുള്ള ഒരു പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം. 2022 അവസാനമായിട്ട് നൽകുന്നത്. 2022 ഓടക്കുഴൽ പുരസ്കാരം നേടിയിരിക്കുന്ന അംബികാ സുധൻ മാങ്ങാട്. പേരോർത്തിരിക്കുക, അംബികാ സുധൻ മാങ്ങാടിനാണ് 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അവരുടെ പ്രാണവായു എന്ന കവിതയല്ല, കഥാസമാഹാരത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചത്. 2022 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ച വ്യക്തിയുടെ പേരെന്താണ്? അംബികാ സുധൻ മാങ്ങാടാണ്.
പ്രാണവായു എന്ന കഥാസമാഹാരത്തിനാണ് 2022 ഓടക്കുഴൽ പുരസ്കാരം നൽകിയത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അടുത്തതായിട്ട് ഹരിവരാസനം പുരസ്കാരം. ഹരിവരാസനം പുരസ്കാരം 2023 നൽകിയത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിക്കാണ് 2023 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. 2022 ആലപ്പി രംഗനാഥ്. ആലപ്പി രംഗനാഥിന് 2022 2023 ഹരിവരാസനം പുരസ്കാരം ലഭിച്ച ശ്രീകുമാരൻ തമ്പിയുമാണ്. ഈ ഒരു ഹരിവരാസനം പുരസ്കാരം ആദ്യമായിട്ട് നൽകിയത് 2012 KJ യേശുദാസിനാണ് കേട്ടോ. 2012 KJ യേശുദാസിനാണ് ആദ്യമായിട്ട് നൽകുന്നത് കേട്ടോ. യേശുദാസ്. കൂട്ടുകാരെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. 2023 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി. ഇതിനു മുന്നേ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ഈ ഒരു വയലാർ അവാർഡ്, 47ാമത് വയലാർ അവാർഡ് 2023 ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിയാണ്. കൂടാതെ ഈ ഒരു 2023 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. മറ്റൊരു പുരസ്കാരത്തിലൂടെ കടക്കാം. ONV സാഹിത്യ അവാർഡ്. ONV സാഹിത്യ അവാർഡ്, അതായത് ONV കൾച്ചറൽ അക്കാദമി നൽകുന്ന പുരസ്കാരമാണ് ONV സാഹിത്യ അവാർഡ്. ഇത് ആദ്യമായിട്ട് നൽകിയത് 2017 മുതലാണ്. ഈ ഒരു 2017 ലഭിച്ചത് സുഗതകുമാരിയാണ് കേട്ടോ. ആദ്യ ജേതാവ് സുഗതകുമാരി. 2023 ലഭിച്ച C രാധാകൃഷ്ണനാണ്. C രാധാകൃഷ്ണനാണ് 2023 കഴിഞ്ഞ വർഷം ലഭിക്കുന്നത്. 2022 ടി പത്മനാഭൻ. ടി പത്മനാഭനാണ് 2022 ലഭിച്ചത്. ഇവിടെ ഒരു കണ്ടന്റ് കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. 2023 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയിരിക്കുന്നത് നീതു സി സുബ്രഹ്മണ്യൻ കൂടാതെ രാഖി ആർ ആചാര്യ. 2 വനിതകൾക്കാണ് 2023 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയത്. പേരുകൾ ഒന്നുകൂടെ പറയാം. നീതു സി സുബ്രഹ്മണ്യൻ കൂടാതെ രാഖി ആർ ആചാര്യ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത ONV സാഹിത്യ അവാർഡാണ്. 2023 ലഭിച്ചത് C രാധാകൃഷ്ണൻ. 2022 ടി പത്മനാഭൻ. 2023 ONV യുവ സാഹിത്യ പുരസ്കാരം കിട്ടിയത് 2 വനിതകൾക്കാണ്. നീതു സി സുബ്രഹ്മണ്യവും കൂടാതെ രാഖി ആർ ആചാര്യ. അടുത്തതായിട്ട് നോക്കാനുള്ളത് ബഷീർ പുരസ്കാരമാണ്. ബഷീർ പുരസ്കാരം ഒരുപാട് തവണ, ഒട്ടനവധി തവണ നമ്മുടെ PSCയുടെ ചോദ്യമായിരുന്നു. അപ്പോൾ ബഷീർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2022 ബഷീർ പുരസ്കാരം നേടിയിരിക്കുന്നത് M മുകുന്ദൻ. M മുകുന്ദനാണ് ബഷീർ സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന ബഷീർ പുരസ്കാരം 2022 ലഭിച്ചത്. അദ്ദേഹത്തെ നമുക്കറിയാം, മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് M മുകുന്ദനാണ്. അദ്ദേഹത്തിന്റെ നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന നോവലിനാണ് ഈ ഒരു 2022 ബഷീർ പുരസ്കാരം നൽകിയത്. സോ ഇവിടെ ബഷീർ പുരസ്കാരം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുന്നതിന് പകരം മേ ബി ഒരുപക്ഷെ നൃത്തം ചെയ്യുന്ന കുടകൾ ആരുടെ നോവൽ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഈ ഒരു കൃതി കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. നൃത്തം ചെയ്യുന്ന കുടകൾ എന്ന കൃതി M മുകുന്ദന്റെ ഒരു നോവലാണ് കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഈ ഒരു നോവലിനാണ് 2022 ബഷീർ പുരസ്കാരം നേടിയത്. 2021 ബഷീർ പുരസ്കാരം നേടിയത് K സച്ചിദാനന്ദനാണ്. K സച്ചിദാനന്ദൻ. അടുത്തൊരു പുരസ്കാരമാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. PSC ഒരുപാട് തവണ ചോദിച്ച ഒരു പുരസ്കാരമല്ലേ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. അപ്പൊ നോക്കാം, 2022 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയിരിക്കുന്ന സേതുവാണ്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതും സേതുവാണ്. 2023 നമുക്കറിയാം SK വസന്തനാണ് അല്ലെ. 2022 സേതു നേടിയത്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് P വത്സലയാണ്. ഇപ്പൊ പഠിക്കാൻ കണക്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. 2022 ഈ ഒരു സേതുവിന് മാതൃഭൂമി സാഹിത്യ പുരസ്കാരവും കൂടാതെ എഴുത്തച്ഛൻ പുരസ്കാരവും ലഭിച്ചു. ഈ ഒരു മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന് സമ്മാന തുക എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയാണ്. 2020 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് K സച്ചിദാനന്ദനാണ്. 2021 നൽകിയില്ല, പിന്നീട് 2022 സേതുവിനാണ് നൽകിയത്. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2022 നൽകിയത് സേതുവാണ്. 2020 K സച്ചിദാനന്ദൻ. ഈ ഒരു മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ്? 3 ലക്ഷം രൂപയാണ് കേട്ടോ. അടുത്തതായിട്ട് പത്മപ്രഭ പുരസ്കാരം. വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പുരസ്കാരം. പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ PSC ചോദിച്ച ഒരു പുരസ്കാരം കൂടിയാണ് പത്മപ്രഭ പുരസ്കാരം. 2023 പത്മപ്രഭ പുരസ്കാരം നേടിയിരിക്കുന്ന സുഭാഷ് ചന്ദ്രനാണ്. 2023 പത്മപ്രഭ പുരസ്കാരം നേടിയത്. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ കൂടി നോക്കുക. PSC പലതവണ ചോദിച്ച കൃതികളാണ്. കടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, മനുഷ്യന് ഒരു ആമുഖം, സമുദ്രശില എന്നീ കൃതികൾ ആരുടേതെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് സുഭാഷ് ചന്ദ്രന്റെ കൃതികളാണ്. ഈ ഒരു കടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, മനുഷ്യനൊരാമുഖം, സമുദ്രശില. 2023 പത്മപ്രഭ പുരസ്കാര ജേതാവാരാണ്? സുഭാഷ് ചന്ദ്രനാണ്.
2020 പത്മപ്രഭ പുരസ്കാരം നേടി ശ്രീ കുമാരൻ തമ്പി 2021 22 പത്മപ്രഭ പുരസ്കാരം നൽകിയില്ല, മറിച്ച് 2023 പത്മപ്രഭ പുരസ്കാരമാണ് സുഭാഷ് ചന്ദ്രൻ ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ആ കൃതികൾ ഏതൊക്കെയാണ്? കഠികാരങ്ങൾ നിലയ്ക്കുന്ന സമയം, മനുഷ്യനൊരാമുഖം, സമുദ്രശില. കൂട്ടുകാരെ, നമ്മുടെ അടുത്തൊരു പുരസ്കാരമാണ് ചെറുകാട് സാഹിത്യ പുരസ്കാരം. ചെറുകാട് സാഹിത്യ പുരസ്കാരം, അതായത് ചെറുകാട് ട്രസ്റ്റ് ഏർപ്പെടുത്തുന്ന ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ച 2023 ലഭിച്ചിരിക്കുന്നത് വിനോദ് കൃഷ്ണ. പേരോർത്തിരിക്കുക, വിനോദ് കൃഷ്ണയ്ക്കാണ് ചെറുകാട് സാഹിത്യ പുരസ്കാരം 2023 നൽകിയത്. അദ്ദേഹത്തിന്റെ ഏത് കൃതിക്കാണ് ഈ ഒരു ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? 9 ഭരേറ്റ, ഒരു നോവലാണ് കേട്ടോ. 9 ഭരേറ്റ. ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു നോവലിന്റെ പേര് തന്നിട്ട് ഇത് ആരുടെ നോവലാണ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് സാധാരണ ചോദിച്ചു കണ്ടുവരുന്നത്. സോ അറിഞ്ഞിരിക്കുക, 9 ഭരേറ്റ ആരുടെ കൃതിയാണ്? വിനോദ് കൃഷ്ണയുടെ ഒരു കൃതിയാണ്. അദ്ദേഹം യുവ സാഹിത്യകാരനാണ് കേട്ടോ. ചെറുകാട് ട്രസ്റ്റ് ഏർപ്പെടുത്തിയ ചെറുകാട് സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചത് വിനോദ് കൃഷ്ണയ്ക്കാണ്. 2022 ലഭിച്ച സുരേഷ് ബാബു ശ്രീസ്തയ്ക്കാണ്. സുരേഷ് ബാബു ശ്രീസ്ത. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അടുത്തതായിട്ട് ജ്ഞാനപ്പാന പുരസ്കാരമാണ്. ജ്ഞാനപ്പാന പുരസ്കാരം ഗുരുവായൂർ ദേവസ്വം നൽകുന്ന ഒരു പുരസ്കാരമാണ് ജ്ഞാനപ്പാന പുരസ്കാരം. 2023 കഴിഞ്ഞ വർഷത്തെ ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് വി മധുസൂദനൻ നായർ ആണ് കേട്ടോ. 2022 ഈ ഒരു ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ചത് കെ ജയകുമാർ. അപ്പോൾ സാഹിത്യകാരനെ കെ ജയകുമാറിനാണ് 2022 ലഭിച്ചത്. സമഗ്ര സാഹിത്യ സംഭാവനയ്ക്കാണ് ഈ ഒരു ജ്ഞാനപ്പാന പുരസ്കാരം നൽകുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ചോദ്യം എന്തായാലും, ജ്ഞാനപ്പാന പുരസ്കാരം 2023 നൽകിയത് അത് വി മധുസൂദനൻ നായർ, 2022 കെ ജയകുമാർ. കൂട്ടുകാരെ, നമ്മുടെ സാഹിത്യ പുരസ്കാരങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് ചലച്ചിത്ര പുരസ്കാരങ്ങളാണ്. സോ രണ്ടാമത്തെ ഹോട്ട് ടോപ്പിക്സ് ആണ്. നമുക്ക് എല്ലാവർക്കും ടോപ്പിക്സിലോട്ട് കിടക്കാം. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022 പ്രഖ്യാപിച്ചത് 2023 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022. മികച്ച ചിത്രമാവുമ്പോൾ നൻപകൽ നേരത്ത് മയക്കം. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത നൻപകൽ നേരത്ത് മയക്കമാണ് മികച്ച ചിത്രം. മികച്ച രണ്ടാമത്തെ ചിത്രം അടിത്തട്ട്. ജിജോ ആന്റണി സംവിധാനം ചെയ്ത സിനിമയാണ് അടിത്തട്ട്. മികച്ച രണ്ടാമത്തെ ചിത്രമാണ് അടിത്തട്ട് കേട്ടോ. അപ്പോൾ മികച്ച ചിത്രം ഏതെന്ന് ചോദിച്ചാൽ നൻപകൽ നേരത്ത് മയക്കം, ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് സംവിധാനം. മികച്ച രണ്ടാമത്തെ ചിത്രം അടിത്തട്ട്, സംവിധാനം ചെയ്തിരിക്കുന്നത് ജിജോ ആന്റണി. മികച്ച നടിയാണെങ്കിൽ വിൻസി അലോഷ്യസ്. മികച്ച നടിയാകുമ്പോൾ വിൻസി അലോഷ്യസ്. മികച്ച നടനാകുമ്പോൾ മമ്മൂട്ടിയാണ് കേട്ടോ. മമ്മൂട്ടിയാണ് മികച്ച നടൻ. 6ാം തവണയാണ് മികച്ച നടനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടിയെ തേടിയെത്തിയിരിക്കുന്നത്. ഇവിടെ അദ്ദേഹത്തിന് ആദ്യമായിട്ട് ചലച്ചിത്ര അവാർഡ് നേടിയത്, സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയത് 1981. മികച്ച നടി ആരാണ്? വിൻസി അലോഷ്യസ്. മികച്ച നടനാകുമ്പോൾ മമ്മൂട്ടിയാണ്. മമ്മൂട്ടിക്ക് ആകെ 6 തവണയാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയത്. ആദ്യമായിട്ട് നേടുന്നത് 1981. മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ, അറിയിപ്പ് എന്ന മൂവി. മികച്ച സ്വഭാവ നടൻ പി കുഞ്ഞികൃഷ്ണനാണ് മികച്ച സ്വഭാവ നടൻ. നാ താൻ കേസുകൊട്. മികച്ച സ്വഭാവ നടി ദേവി വർമ്മ, സൗദി വെള്ളക്കയിലെ അഭിനയത്തിനാണ് മികച്ച സ്വഭാവ നടി എന്ന കാറ്റഗറിയിൽ ദേവി വർമ്മയ്ക്ക് പുരസ്കാരം നേടിയത്. മികച്ച ജനപ്രിയ ചിത്രമാണെങ്കിൽ എന്നാ താൻ കേസുകൊട്. മികച്ച ജനപ്രിയ ചിത്രം എന്നാ താൻ കേസുകൊട്. മികച്ച തിരക്കഥാകൃത്താണെങ്കിൽ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, എന്നാ താൻ കേസുകൊട്. മികച്ച നവാഗത സംവിധായകനാണെങ്കിൽ ഷാഹി കബീർ ആണ് മികച്ച നവാഗത സംവിധായകൻ. ഇലവിഴാം പൂഞ്ചി. ഒന്നും കൂടെ നോക്കാം. മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ, അറിയിപ്പ്. മികച്ച സ്വഭാവ നടൻ പി കുഞ്ഞികൃഷ്ണൻ, നാ താൻ കേസുകൊട്. മികച്ച സ്വഭാവ നടി ദേവി വർമ്മ, സൗദി വെള്ളയ്ക്ക. മികച്ച ജനപ്രിയ ചിത്രം നാ താൻ കേസുകൊട്. മികച്ച തിരക്കഥാകൃത്താകുമ്പോൾ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. തിരക്കഥ ഒരുക്കിയിരിക്കുന്ന ഏത് സിനിമയാണ്? നാ താൻ കേസുകൊട്. മികച്ച നവാഗത സംവിധായകൻ ഷാഹി കബീർ, ഇലവിഴാം പൂഞ്ചിറ. അടുത്തതായി പ്രത്യേക ജൂറി പരാമർശം ലഭിച്ചിരിക്കുന്ന 2 നടന്മാർക്കാണ് കുഞ്ചാക്കോ ബോബനും കൂടാതെ അലൻസിയറും. കുഞ്ചാക്കോ ബോബൻ അഭിനയിച്ചിരിക്കുന്നത് നാ താൻ കേസുകൊടും, കൂടാതെ അലൻസിയർ ആവുമ്പോൾ അപ്പൻ എന്ന മൂവി. പ്രത്യേക ജൂറി പരാമർശം 2 വ്യക്തികൾക്കാണ്, കുഞ്ചാക്കോ ബോബനും കൂടാതെ അലൻസിയർ. മികച്ച കുട്ടികളുടെ ചിത്രമാവുമ്പോൾ പല്ലൊട്ടി 90s കിട്ട്. മികച്ച ചലച്ചിത്ര ഗ്രന്ഥം സിനിമയുടെ ഭാവനാദേശങ്ങൾ. എഴുതിയിരിക്കുന്നത് CS വെങ്കടേശ്വരൻ. ഏതാണ്? ചലച്ചിത്ര ഗ്രന്ഥം. മികച്ച ചലച്ചിത്ര ഗ്രന്ഥമാകുമ്പോൾ സിനിമയുടെ ഭാവനാദേശങ്ങൾ, CS വെങ്കടേശ്വരൻ. മികച്ച ഗാന രചയിതാവ് റഫീഖ് അഹമ്മദ്.
മികച്ച സംഗീത സംവിധായകനാകുമ്പോൾ എം ജയചന്ദ്രൻ. മികച്ച സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ. മികച്ച ഗായിക മൃദുല വാര്യർ. മികച്ച ഗായകൻ കപിൽ കപിലൻ. ഒന്നുകൂടെ നോക്കാം. പ്രത്യേക ജൂറി പരാമർശം 2 വ്യക്തികൾക്കാണ്, കുഞ്ചാക്കോ ബോബനും അലൻസിയറും. മികച്ച കുട്ടികളുടെ ചിത്രം പല്ലൊട്ടി 90s കിഡ്. മികച്ച ചലച്ചിത്ര ഗ്രന്ഥമാകുമ്പോൾ സിനിമയുടെ ഭാവനാദേശങ്ങൾ എഴുതിയിരിക്കുന്ന CS വെങ്കടേശ്വരൻ. മികച്ച ഗാന രചയിതാവ് റഫീഖ് അഹമ്മദ്. മികച്ച സംഗീത സംവിധാനം നടത്തിയിരിക്കുന്നത് എം ജയചന്ദ്രൻ. മികച്ച ഗായികയാവുമ്പോൾ മൃദുല വാര്യർ. മികച്ച ഗായകൻ കപിൽ കപിലൻ. അടുത്തതായിട്ട് ബാലതാരം ആൺ കാറ്റഗറിയിൽ നിന്ന് അല്ലെ മെയിൽ കാറ്റഗറിയിൽ നിന്ന് മികച്ച ബാലതാരമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മാസ്റ്റർ ഡാവിഞ്ചി. ഡാവിഞ്ചിയാണ്. ചിത്രം പല്ലൊട്ടി 90s കിഡ്. മികച്ച ബാലതാരം അല്ലെ മെയിൽ കാറ്റഗറിയിൽ നിന്ന് നേടിയിരിക്കുന്നത് മാസ്റ്റർ ഡാവിഞ്ചിയാണ്. ചിത്രമാണെങ്കിൽ പല്ലൊട്ടി 90s കിഡ്. മികച്ച ബാലതാരം പെൺ കാറ്റഗറി അല്ലെങ്കിൽ ഫീമെയിൽ കാറ്റഗറിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് തന്മയ സോൾ. സിനിമയാണെങ്കിൽ ചിത്രമാണെങ്കിൽ വഴക്കാണ്. ജൂറി ചെയർമാൻ. അപ്പൊ ഈ ഒരു ജൂറി ചെയർമാൻ, ഈ ഒരു 53ാമത് ചലച്ചിത്ര പുരസ്കാരത്തിന്റെ ജൂറി ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഗൗതം ഘോഷ് ആണ്. ഗൗതം ഘോഷ് ബംഗാളി സംവിധായകനാണ് ഗൗതം ഘോഷ്. കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്തത് 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022 ആയിരുന്നു. നമുക്കെല്ലാം ഒന്നുകൂടെ നോക്കാം. മികച്ച ചിത്രം നൻപകൽ നേരത്ത് മയക്കം. മികച്ച രണ്ടാമത്തെ ചിത്രം അടിത്തട്ട്. മികച്ച നടിയാകുമ്പോൾ വിൻസി അലോഷ്യസ്. മികച്ച നടനാവുമ്പോൾ മമ്മൂട്ടിയാണ്. അദ്ദേഹത്തിന് 6 തവണ കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ട് നേടുന്ന 1981. മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ. മികച്ച സ്വഭാവ നടൻ PP കുഞ്ഞികൃഷ്ണൻ. കൂടാതെ മികച്ച സ്വഭാവ നടിയാണെങ്കിൽ ദേവി വർമ്മ. മികച്ച ജനപ്രിയ ചിത്രമാകുമ്പോൾ എന്നാ താൻ കേസുകൊട്. മികച്ച തിരക്കഥാകൃത്താവുമ്പോൾ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. മികച്ച നവാഗത സംവിധായകൻ ഷാഹി കബീർ. പ്രത്യേക ജൂറി പരാമർശം നൽകിയിരിക്കുന്നത് കുഞ്ചാക്കോ ബോബനും കൂടാതെ അലൻസിയറും. മികച്ച കുട്ടികളുടെ ചിത്രമാകുമ്പോൾ പല്ലൊട്ടി 90s കിഡ്. മികച്ച ചലച്ചിത്ര ഗ്രന്ഥമാകുമ്പോൾ സിനിമയുടെ ഭാവനാദേശങ്ങൾ. മികച്ച ഗാന രചയിതാവുമ്പോൾ റഫീഖ് അഹമ്മദ്. മികച്ച സംഗീത സംവിധാനം നടത്തിയിരിക്കുന്നത് എം ജയചന്ദ്രൻ. മികച്ച ഗായിക മൃദുല വാര്യർ. മികച്ച ഗായകനാവുമ്പോൾ കപിൽ കപിലൻ. ബാലതാരമാവുമ്പോൾ മാസ്റ്റർ ഡാവിഞ്ചി. ചിത്രമാവുമ്പോൾ പല്ലൊട്ടി 90s കിഡ്. മികച്ച ബാലതാര പെൺ കാറ്റഗറി അല്ലെങ്കിൽ ഫീമെയിൽ കാറ്റഗറി ആവുമ്പോൾ തന്മയ സോൾ. ചിത്രം വഴക്കാണ്. ജൂറി ചെയർമാൻ ആവുമ്പോൾ 53ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ ജൂറി ചെയർമാൻ ഗൗതം ഘോഷാണ്. ബംഗാളി സംവിധായകൻ ഗൗതം ഘോഷ്. കൂട്ടുകാരെ, നമുക്ക് അടുത്തൊരു അവാർഡിലോട്ട് കടക്കാം. JC ഡാനിയൽ ഫൗണ്ടേഷന്റെ 14ാമത് ചലച്ചിത്ര അവാർഡ്. JC ഡാനിയൽ ഫൗണ്ടേഷന്റെ 14ാം ചലച്ചിത്ര പുരസ്കാരം. അതിൽ മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാ താൻ കേസ് കൊട്. എന്നാ താൻ കേസ്. സംവിധാനം നടത്തിയെങ്കിൽ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. മികച്ച രണ്ടാമത്തെ ചിത്രമാണ് ഉറ്റവർ ആണ് കേട്ടോ. രണ്ടാമത്തെ ചിത്രമാണ് ഉറ്റവർ. സംവിധാനം നടത്തിയിരിക്കുന്ന അനിൽ ദേവാണ്. മികച്ച സംവിധായകനാവുമ്പോൾ മഹേഷ് നാരായണൻ. അറിയിപ്പ് എന്ന മൂവിയാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്തിരിക്കുന്നത്. JC ഡാനിയൽ ഫൗണ്ടേഷന്റെ 14ാമത് ചലച്ചിത്ര അവാർഡാണ് മികച്ച സിനിമ എന്നാ താൻ കേസ് കൊണ്ട് സംവിധാനം നടത്തിയിരിക്കുന്നത് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ. മികച്ച രണ്ടാമത്തെ ചിത്രം ഉറ്റവർ ആണ്. സംവിധാനം അനിൽ ദേവ്. മികച്ച സംവിധായകനാവുമ്പോൾ മഹേഷ് നാരായണൻ. അറിയിപ്പ് എന്ന മൂവി. അടുത്തതായി മികച്ച നടൻ കുഞ്ചാക്കോ ബോബനാണ് കേട്ടോ. കുഞ്ചാക്കോ ബോബനാണ് മികച്ച നടൻ. ചിത്രമാവുമ്പോൾ ഏതൊക്കെ സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടൻ എന്ന കാറ്റഗറിയിൽ പുരസ്കാരം നേടി? അറിയിപ്പും എന്നാ താൻ കേസ് കൊടു. മികച്ച നടിയാകുമ്പോൾ മഞ്ജു വാര്യർ ആണ് കേട്ടോ. മഞ്ജു വാര്യർ. ചിത്രം ആയിഷ വെള്ളരിപ്പട്ടണം. ആയിഷ വെള്ളരിപ്പട്ടണം എന്നീ സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടിയായിട്ട് മഞ്ജു വാര്യറിനെ JC ഡാനിയൽ ഫൗണ്ടേഷന്റെ മികച്ച നടി എന്ന കാറ്റഗറിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയാണ്. 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേള നടന്നത് 2023 ഡിസംബറിലാണ്. 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേള നടക്കുന്നത്. വരാൻ പോകുന്ന എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം കൂടിയാണ്. സോ നമുക്ക് നോക്കാം. ഉദ്ഘാടന ചിത്രത്തിന്റെ പേരെന്താണ്? ഗുഡ് ബൈ ജൂലിയ. ഉദ്ഘാടന ചിത്രം ഏതായിരുന്നു? ഗുഡ് ബൈ ജൂലിയാണ്. സംവിധാനം ചെയ്തത് മുഹമ്മദ് കോർദോഫാനി. സംവിധാനം ചെയ്ത ഗുഡ് ബൈ ജൂലി ആയിരുന്നു 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ചിരിക്കുന്ന ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ചിരിക്കുന്നത് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ജാപ്പനീസ് ചിത്രമാണ് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ചിരിക്കുന്ന ചിത്രം ഏതാണ്? ജാപ്പനീസ് ചിത്രമായ ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. മികച്ച സംവിധായകനുള്ള രജത ചകോരം ലഭിച്ചിരിക്കുന്നത്
ഷോക്കിൽ കോലിക്കോവ്. ഷോക്കിൽ കോലിക്കോവ് സൺഡേ എന്ന മൂവിയിലെ ഈ ഒരു സംവിധായകനാണ് ഷോക്കിൽ കോലിക്കോവ്. അദ്ദേഹമാണ് രജത ചകോരം നേടിയിരിക്കുന്നത്. സുവർണ ചകോരം ലഭിച്ച മികച്ച ചിത്രമാണ് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ജാപ്പനീസ് ചിത്രമാണ്. മികച്ച സംവിധായകനുള്ള രജത ചകോരം ലഭിച്ചിരിക്കുന്നത് ഷോക്കിൽ കോലിക്കോവ്. സൺഡേ എന്ന മൂവിയാണ് അദ്ദേഹം ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയത് ക്രിസ്റ്റോഫ് സനൂസി. ക്രിസ്റ്റോഫ് സനൂസി പോളിഷ് സംവിധായകനാണ് ക്രിസ്റ്റോഫ് സനൂസി. അടുത്തതായിട്ട് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയിരിക്കുന്ന വനൂരി കഹിയു ആണ്. വനൂരി കഹിയു ആണ് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയിരിക്കുന്നത്. കെനിയൻ സംവിധായികയാണ് വനൂരി കഹിയു. സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയിരിക്കുന്ന കെനിയൻ സംവിധായികയുടെ പേരാണ് വനൂരി കഹിയു. മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്ക് നൽകുന്ന ഫിപ്രസി പുരസ്കാരം നേടിയിരിക്കുന്ന ശ്രുതി ശരണ്യം. ശ്രുതി ശരണ്യത്തിനാണ് ഫിപ്രസി പുരസ്കാരം നേടിയത്. ആ ഒരു പുരസ്കാരം നൽകുന്നത് മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്കാണ് ഫിപ്രസി പുരസ്കാരം നൽകുന്നത്. നേടിയിരിക്കുന്നത് ശ്രുതി ശരണ്യമാണ്. ഏത് സിനിമയാണ് ഡയറക്ട് ചെയ്തത്? 32 മുതൽ 44 വരെ. 32 മുതൽ 44 വരെ എന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ശ്രുതി ശരണ്യമാണ്. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയിരിക്കുന്നത് മലയാള സിനിമ, അതായത് മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് പുരസ്കാരം നേടിയിരിക്കുന്ന ആട്ടം എന്ന മൂവിയാണ്. ആട്ടം. കൂട്ടുകാരെ, ഈ ഒരു 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേള നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഉദ്ഘാടന ചിത്രം ഏതാൻ ഗുഡ് ബൈ ജൂലിയ. സംവിധാനം ചെയ്തിരിക്കുന്നത് മുഹമ്മദ് കോർദോഫാനി. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ലഭിച്ചിരിക്കുന്നത് ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. ജാപ്പനീസ് ചിത്രമാണ്. മികച്ച സംവിധായകനുള്ള രജത ചകോരം നേടിയ ഷോക്കിൽ കോലിക്കോവ്. സൺഡേ എന്ന മൂവിയാണ് ഡയറക്ട് ചെയ്തത്. ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ ക്രിസ്റ്റോഫ് സനൂസിയാണ് പോളിഷ് സംവിധായകൻ. സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയത് വനൂരി കഹിയു. കെനിയൻ സംവിധായിക വനൂരി കഹിയുക്കാണ് സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് നേടിയത്. മലയാള സിനിമയിലെ നവാഗത സംവിധായകർക്ക് നൽകുന്ന ഫിപ്രസി പുരസ്കാരം നേടിയ ശ്രുതി ശരണ്യം. സിനിമയാണെങ്കിൽ 32 മുതൽ 44 വരെ. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ് പാക്ക് അവാർഡ് നേടിയത് ആട്ടമാണ്. ആട്ടം. കൂട്ടുകാരെ, 28ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ചർച്ച ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് 23ാമത് സെപ്റ്റിമിയസ് പുരസ്കാരത്തിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്ര താരമാര്? ചോദ്യം ഒന്നുകൂടെ നോക്കാം. 2023 സെപ്റ്റിമിയസ് പുരസ്കാരത്തിൽ ഈ ഒരു മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം നേടിയ മലയാള ചലച്ചിത്ര നടൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൊവിനോ തോമസ് ആണ്. പുരസ്കാരം നേടുന്ന ആദ്യത്തെ തെന്നിന്ത്യൻ താരം കൂടിയാണ് ടൊവിനോ തോമസ്. ഏത് സിനിമയിലെ പ്രകടനത്തിനാണ് അല്ലെങ്കിൽ അഭിനയത്തിനാണ് ടൊവിനോ തോമസിന് ഈ ഒരു 2023 സെപ്റ്റിമസ് പുരസ്കാരം നേടിയിരിക്കുന്നത്? 2018. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ പ്രളയത്തെ അടിസ്ഥാനമാക്കി മുന്നോട്ട് കൊണ്ടുവന്ന ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത ചിത്രമാണ് 2018. ആ ഒരു സിനിമയിലെ അഭിനയത്തിനാണ് ടൊവിനോ തോമസിന് 2023 സെപ്റ്റിമിയസ് പുരസ്കാരത്തിലെ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം നേടിയത്. കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചലച്ചിത്ര മേഖലയിലെ ക്വസ്റ്റ്യൻസും കഴിഞ്ഞിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ക്വസ്റ്റ്യൻസും ചർച്ച ചെയ്തിട്ടുണ്ട്. വരാനിരിക്കുന്ന നിങ്ങളുടെ യൂണിവേഴ്സിറ്റി LGS മെയിൻസ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. സോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ ഈ ഒരു ബ്ലൂ പ്രിന്റിന്റെ 2ാമത്തെ പാർട്ടും അവസാനിച്ചിരിക്കും. കൂട്ടുകാരെ, എല്ലാവരും കൃത്യമായിട്ട് തന്നെ ക്ലാസ്സുകൾ കാണുക. കൃത്യമായ റിവിഷനോട് കൂടി തന്നെ നിങ്ങൾ എക്സാമിന് അല്ലെങ്കിൽ എക്സാം ഹാളിലോട്ട് കടന്നു ചെല്ലുക. എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിഷസ് ഞാൻ നേർന്നുകൊണ്ട് എൻ്റെ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യണം. നമുക്കൊരു മറ്റൊരു സെഷനിലിരിക്കാം. താങ്ക് യു ഓൾ.